വഴിതടഞ്ഞുള്ള CPM പാളയം ഏരിയ സമ്മേളനം നിങ്ങൾ അറിഞ്ഞില്ലായിരുന്നോ? ഈ ഏരിയ സമ്മേളനത്തിൽ കേസെടുത്തു. വഞ്ചിയൂർ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം തടസ്സപ്പെടുത്തിയതിനെതിരെ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെയാണ് കേസെടുത്തത്. ജിബിൻ JB വിവരങ്ങളുമായി ചേരുന്നു. ജിബിൻ, ഗുഡ് മോർണിംഗ്. ഈ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്നത് സംഭവം വളരെ ലളിതമായി ഒതുങ്ങുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. എനിക്ക് തോന്നുന്നു സ്വമേധയാ കോടതിയൊക്കെ ഇടപെടാവുന്ന ഒരു സംഭവമാണിത്. ആൾക്കാരുടെ സ്വതന്ത്രമായ ജീവിതം തടസ്സപ്പെടുത്തുന്ന രീതിയിലായിരുന്നു യാതൊരു അനുമതിയുമില്ലാതെ ഇത്തരത്തിൽ റോഡ് തടസ്സപ്പെടുത്തി സമ്മേളനം നടത്തിയത്. മൂർത്തി, അത് തന്നെയാണ്. എൻ്റെ ഈ ഭാഗത്തായി കാണുന്നതാണ് തിരുവനന്തപുരം ജില്ലാ കോടതി, വഞ്ചിയൂർ കോടതി. ഈ കോടതിയോട് ചേർന്ന് ഒരു മതിലിനപ്പുറം ഉള്ളതാണ് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ. ഇതിൻ്റെ രണ്ടിൻ്റെ ഫ്രണ്ടിലായിട്ടാണ് ഞാൻ ഈ നിൽക്കുന്ന സ്ഥലത്ത് വെച്ചാണ് കഴിഞ്ഞ ദിവസം വഞ്ചിയൂർ ഏരിയ സമ്മേളനം, പാളയം ഏരിയ സമ്മേളനം ഈ വഞ്ചിയൂർ വെച്ച് നടത്തിയത്. കഴിഞ്ഞ ദിവസം ഏകദേശം 2 ദിവസം മുൻപ് തന്നെ ഈ സമ്മേളനത്തിൻ്റെ ഭാഗമായി ഈ റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായി തടസ്സപ്പെടുത്തിക്കൊണ്ടുള്ള സ്റ്റേജ് നിർമ്മാണം ആരംഭിച്ചിരുന്നു. അതായത് ഈ വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ്റെ നേരെ മുന്നിൽ. ആ സമയത്തൊന്നും തന്നെ പോലീസിനെ ഇത് കണ്ടില്ല എന്നുള്ളതാണ് ഏറ്റവും എടുത്തു പറയേണ്ട കാര്യമെന്ന് പറയുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമാണ് ഇത് വലിയ രീതിയിൽ വാർത്തയായത്. കാരണം ഇന്നലെ രാവിലെ ഈ സ്കൂൾ ബസ്സൊക്കെ ഈ വഴിയിൽ പോകുന്ന സമയത്ത് ഈ റോഡിൻ്റെ ഒരു വശം പൂർണ്ണമായി തടസ്സപ്പെടുത്തിയത് കൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സ്തംഭനമാണ് ഈ ഒരു മേഖലയിൽ ഉണ്ടായത്. ഇത് പിന്നെ വലിയ വാർത്തയായതിനെ തുടർന്നാണ് വൈകുന്നേരത്തോടുകൂടി പോലീസെങ്കിലും സ്ഥലത്തെത്തി ഒരു ഗതാഗതമെങ്കിലും നിയന്ത്രിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. പിന്നീട് വൈകുന്നേരം വലിയ രീതിയിലുള്ള ഒരു സമ്മേളനം ഈ റോഡിൽ, അതായത് ഈ വഞ്ചൂരിൽ നിന്ന് തമ്പാനൂരിലേക്ക് പോകുന്ന പ്രധാന റോഡാണ്. ഈ റോഡിൽ കൂടിയാണ് ജനറൽ ആശുപത്രിയിലേക്കുള്ള ആംബുലൻസുകൾ പോലും കടന്നു വരുന്നത്. തലസ്ഥാനത്ത് പ്രധാന സ്കൂളിലേക്കുള്ള സ്കൂൾ വാഹനങ്ങളൊക്കെ ഈ ഒരു റോഡിനെയാണ് പ്രധാനമായും ആശ്രയിക്കുന്നത്. ആ ഒരു റോഡിനെയാണ് യാതൊരുവിധ അനുമതിയും ഇല്ലാതെ, അനുമതി ആർക്കും കൊടുക്കാനും സാധിക്കില്ല. കാരണം ഒരു റോഡ് ബ്ലോക്ക് ചെയ്തുകൊണ്ട് ഒരു പരിപാടി നടത്തുന്നതിന് വേണ്ടി ആർക്കും അനുവാദം കൊടുക്കാനും സാധിക്കില്ല. ആ ഒരു സാഹചര്യത്തിലാണ് ഈ റോഡിനെ പൂർണ്ണമായി വഴി തടഞ്ഞുകൊണ്ട് ഇത്തരത്തിലൊരു വലിയ സമ്മേളനം ഇവിടെ നടത്തിയത്. സമ്മേളനം മാത്രമല്ല, സമ്മേളനം കഴിഞ്ഞതിന് ശേഷം KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്നുള്ളൊരു നാടകവും ഈ റോഡ് തടഞ്ഞുകൊണ്ട് ഇവിടെ വെച്ചാണ് നടത്തിയത്. ഏറ്റവും എടുത്ത് പറയേണ്ട കാര്യമെന്ന് പറയുന്നത് പൊതുജനങ്ങൾക്ക് മാതൃകയാകേണ്ട ഒരു പാർട്ടി, അതായത് സംസ്ഥാനം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികൾ തന്നെയാണ് ഇത്തരത്തിൽ റോഡ് ഉപരോധിച്ചുകൊണ്ട് റോഡിലെ ജനങ്ങളെ വലിയ രീതിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട്, അവരുടെ പൊതുഗതാഗതം വലിയ രീതിയിൽ തടസ്സപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലൊരു വലിയ സമ്മേളനം നടത്തിയത്. എന്തായാലും പോലീസിൻ്റെ കൺമുന്നിൽ നടന്ന ഈ ഒരു നിയമലംഘനം പോലീസ് കാണാൻ ഈ ഒരു പരിപാടി അവസാനിക്കേണ്ടി വന്നു. ഇന്നലെ വൈകുന്നേരം 5 മണിയോട് കൂടിയാണ് ഈ ഒരു മേഖലയിൽ ഇത്തരത്തിൽ ഏരിയ സമ്മേളനം ആരംഭിച്ചത്. ഏരിയ സമ്മേളനവും കഴിഞ്ഞ KPSCയുടെ നാടകവും പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് തൊട്ട് മുന്നിലുണ്ടായിരുന്ന പോലീസിന് ഇത് കാണാനിടയാക്കി പോലീസ് ഈ സംഭവത്തിൽ കേസെടുക്കുകയും ചെയ്തത്. എന്തായാലും കണ്ടാൽ അറിയാവുന്ന 500 പേർക്കെതിരെയാണ് ഇപ്പോൾ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതിൽ ജനങ്ങളുടെ പൊതുഗതാഗതം തടസ്സപ്പെടുത്തിയത്, പോലീസിൻ്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ, അനുമതിയില്ലാതെ പ്രകടനം നടത്തുക എന്നീ വകുപ്പുകൾ ചുമത്തിയാണ് ഇത്തരത്തിൽ കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ കണ്ടാലറിയാവുന്ന ഇത്രയധികം പേർക്കെതിരെ കേസെടുത്തു എന്ന് പറയുന്ന കേസിന്റെയൊക്കെ ഭാവി എന്താവുമെന്ന്. പകരം ഈ സമ്മേളനം സംഘടിപ്പിച്ച സംഘാടകരുണ്ടാവില്ലേ, ഈ സമ്മേളനത്തിന്റെ പിന്നിൽ പ്രവർത്തിച്ച സംഘാടക സമിതി, ആ സംഘാടക സമിതിയിൽപ്പെട്ട വ്യക്തികൾക്കെതിരെ പേരു പറഞ്ഞ് കേസെടുക്കുന്നത് ഇതിലും ഭേദമായിരുന്നു എന്ന് തോന്നുന്നു. മൂർത്തി, അത് തന്നെയാണ്. ഇത് ജനങ്ങളുടെ കണ്ണിൽ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള പോലീസിൻ്റെ ഒരു കാര്യം മാത്രമാണ്. കാരണം കൺമുന്നിൽ വെച്ചാണ് ഇത്രയും വലിയൊരു നിയമലംഘനം നടന്നത്. പക്ഷേ ആ ഒരു നിയമലംഘനം പോലീസ് കണ്ടിട്ട് പോലും അത് തടസ്സപ്പെടുത്തുന്നതിനോ അല്ല എങ്കിൽ ഈ ഒരു സ്റ്റേജ് ഇവിടെ നിന്ന് പൊളിച്ചു മാറ്റുന്നതിനോ, ഗതാഗതം തടസ്സപ്പെട്ടതിന് ശേഷമെങ്കിലും പോലീസിന് ഇടപെടാമായിരുന്നു. കാരണം ഇന്നലെ രാവിലെയോടുകൂടി തന്നെ വലിയ രീതിയിലുള്ള ഒരു ഗതാഗത സ്തംഭനം ഈ മേഖലയിലുണ്ടായി. ഈ കാണുന്ന റോഡ് എന്ന് പറയുന്നത് വഞ്ചൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്ന പ്രധാന റോഡാണ്. അപ്പോൾ ഈ റോഡിൽ വലിയ ആംബുലൻസുകൾ പോലും തടസ്സപ്പെടുന്ന അവസ്ഥയുണ്ടായി. വൈകുന്നേരത്തോടുകൂടി ഈ സ്കൂൾ ബസ്സുകളൊക്കെ വിട്ടു വന്നപ്പോൾ സ്കൂൾ ബസ്സിന് കടന്നു പോകാൻ സാധിക്കാതെ മറ്റ് വാഹനങ്ങൾ, പ്രധാനമായി കാറുകളിലൊക്കെ പൂർണ്ണമായി ഒരുങ്ങിക്കൊണ്ട് പോകുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടായിരുന്നത്. ആ ഒരു സമയത്തിന് പോലും പോലീസിന് ഇവിടേക്ക് എത്താനോ ഇത് ഇടപെട്ടുകൊണ്ട് ഈ ഒരു പരിപാടി തടസ്സപ്പെടുത്തുന്നതിനോ അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഇവിടെ നിന്ന് മാറ്റി നടത്തണമെന്ന് പറയുന്നതിനോ പോലും ഇന്നലെ ഇവിടെ ആരും ഉണ്ടായിരുന്നില്ല. ഏറ്റവും ഒടുവിൽ ഈ ഒരു പരിപാടിയും കഴിഞ്ഞ ഇവിടുത്തെ ഉദ്ഘാടകനായി എത്തിയ CPMന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉൾപ്പെടെയുള്ളവർ പോയതിനു ശേഷം ഇവിടെ നാടകവും അരങ്ങേറി. ഈ നാടകം കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഈ പോലീസിന് കണ്ടാലറിയാവുന്ന 500 പേർക്കെതിരെ കേസെങ്കിലും എടുക്കാൻ സാധിച്ചത്. പ്രത്യേക കാര്യമെന്ന് പറയുന്നത്, പോലീസിനെ കണ്ടാൽ അറിയാവുന്ന ഒട്ടനവധി ആൾക്കാർ ഈ പരിപാടിയിലും സംഘാടക സമിതിയിലും വിശിഷ്ട അതിഥികളുമായിട്ടും ഒക്കെ തന്നെ ഉണ്ടായിരുന്നു. അവരുടെ ആരുടെ പേര് പറഞ്ഞുള്ള ഒരു കേസ്